ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ എവിടുത്തെയല്ല, നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ബിയ്യം കായലിൻ്റെ കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ആ വഴിയൊന്ന് പോകുമ്പോഴുള്ള ഏരിയയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൈമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഓപ്പൺ ജിം അതാ. ഇത് ഞാൻ ഇതിനൊന്നും പോയി നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാനും നല്ലൊരു ഫോട്ടോ ഒക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് അവിടെ ചെന്ന ടൈമിൽ ഒരു ഉച്ചയ്ക്കായി. ആ നേരത്താണ് നമുക്കിപ്പോൾ അവിടെ വേറെ ഒരു ചേട്ടൻ അവിടെ മീൻ വല കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചേരം ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് കായലിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് തെങ്ങുകളുടെ നടുവിലൂടെയാണ് ഈ കായൽ പോകണം കേട്ടോ, തെങ്ങിൻ തോപ്പുകളുടെ. അപ്പോൾ അത് നല്ല രസമാണ് കേട്ടോ, നല്ലൊരു റിലാക്സിങ് സ്പോട്ടും കൂടിയാണ് കേട്ടോ. ഒരുപാട് പ്രകൃതി രമണീയത ഇറങ്ങിയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ നമ്മളെ ഇത്. അപ്പോൾ അവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് ഈ തൂക്കുപാലം. ഈ തൂക്കുപാലത്തിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പ്രത്യേക വൈബാണ്. അപ്പം ഞാൻ അടുത്തൊരു സ്പോട്ട് പറയുന്നത് ഇവിടുത്തെ പാർക്കാണ്. പാർക്കിലേക്ക് ഞങ്ങൾ അങ്ങനെ പോയില്ല, നമ്മൾ ജസ്റ്റ് അവിടെ ആ റോഡ് സൈഡിലൊക്കെ നിന്ന് കാണുമായിരുന്നു ഇപ്പോൾ ചെയ്തത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് എന്തായാലും. ഇവിടുത്തെ ബോട്ടിങ് ഒരു പ്രധാന ആകർഷണമാണ്. ഈ ബോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാനും സാധിക്കും. അപ്പോൾ ബിയ്യം കായൽ പൊന്നാനി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും വൈകുന്നേരങ്ങളിലൊന്ന് ചില്ലാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഫാമിലി ഫ്രണ്ട്സായിട്ട് വരാം. അപ്പോൾ നമ്മളെ കായൽ തെങ്ങുതോപ്പുകൾക്ക് നടുവിലൂടെ ഒഴുകുന്നൊരു കായലാണ് അവിടുത്തെ. ഇപ്പോൾ ബോട്ടിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബോട്ടിങ്ങിലൊന്നും കയറുന്നില്ല. അപ്പോൾ കുറച്ചേരം അവിടെ കായൽ തീരത്ത് തന്നെ നിന്നിട്ട് ഞങ്ങൾ ആ റോട്ടിൽ നിന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മറ്റൊരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി നോക്കുമ്പോൾ ആ ചേട്ടൻ്റെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഏരിയയിൽ 2 വള്ളങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.